വെൽക്കം ടു അപർണ വിസി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ചെമ്മീൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വെറൈറ്റി ഐറ്റംസ് ആണ് ചെമ്മീൻ റോസ്റ്റ്. അപ്പം ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. പിന്നെ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൺ കൊണ്ട് പ്രസ് ചെയ്യുക. അപ്പം ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ചെമ്മീൻ അവിടെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ മണ്ണും തുളിയും പോടും ഒക്കെ മാറ്റേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മുടെ അതിൻ്റെ അകത്തുള്ള സാധനം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ആദ്യം ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി 1 സ്പൂൺ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ നമ്മുടെ മസാലകൾ പിന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഇടാൻ പോകുന്നത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഗരം മസാലയിൽ ഞാൻ ജീരകം മാത്രം ഇടുന്നത്, ബാക്കിയൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല, ജീരകം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇനി ഇടാൻ പോകുന്നത് 1/4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെയാണ് ഇനി യൂസ് ചെയ്യാൻ പോകുന്നത്. അതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 സ്പൂണോ 1/4 സ്പൂൺ ഓയിൽ ഒഴിക്കാം. അപ്പം നല്ലപോലെ ഒരു മയം കിട്ടുക. ആ മസാല എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു മയം കിട്ടാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കൊഞ്ച് ഇതിലോട്ടൊന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് നമുക്കിനി കടുക് വറുത്തിട്ട് ബാക്കി നമ്മുടെ മസാലയുടെ പ്രിപ്പറേഷനാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്കിനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ആവശ്യത്തിന് മാത്രം മതി, ഒരുപാടാവണ്ട. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് വറുക്കാൻ വേണ്ടി അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ട് നമ്മുടെ ചെറിയ ഉള്ളിയാണ് ഇടുന്നത്. ചെറിയ ഉള്ളി സ്മോൾ പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കിട്ട് നല്ലപോലെ ഒന്ന് വഴട്ടാം. വഴട്ടതിന് ശേഷം ബാക്കി പ്രിപ്പറേഷൻ. തക്കാളി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ആവിയൊക്കെ ഒന്ന് അടഞ്ഞ് പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നല്ലപോലെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഇട്ടാൽ മതി, കാരണം മറ്റേ നമ്മൾ പൊരിക്കാൻ വെച്ചിരിക്കുന്നതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തോട്ടൊന്ന് എത്തിച്ചു കൊടുക്കുക. അതിന് ശേഷം ഈ സമയം കൊണ്ട് നമുക്കൊന്നും കൂടെ അടച്ച് തന്നെ വയ്ക്കാം. അതിന് ശേഷം നമുക്ക് വേറൊരു ചീനിച്ചട്ടി എടുത്ത് എണ്ണ ഒഴിച്ച് നമ്മുടെ പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് നമുക്കിനി മസാലയൊക്കെ ഇട്ടിട്ട് അതിലോട്ട് ഡയറക്റ്റ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ താമസിച്ച് പോയാൽ പറ്റത്തില്ല. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 സ്റ്റെപ്പായിട്ടാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞാൽ മതി. ജസ്റ്റ് ഒരുപാട് അങ്ങ് കരിയോ ഡാർക്ക് കളർ ആവേണ്ട. ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ലൈറ്റ് ബ്രൗണിഷ് കളറാകുമ്പോൾ നമുക്കൊന്ന് മാറ്റാം. അതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇട്ട് അത് ഫ്രൈ ചെയ്യാം. ഇപ്പം നമുക്ക് ഈ സമയം നമുക്ക് പോയി നമ്മുടെ ആ മസാല കൂട്ട് എന്തായാലും നോക്കാം. അപ്പോൾ അതൊന്ന് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഓരോ മസാലയായിട്ട് ഇടാം. ആദ്യം നമ്മളിതിലിടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ടാൽ മതി ആവശ്യത്തിന്, കാരണം നമ്മൾ ഒറ്റ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി, ഒരു പിഞ്ച്, ജസ്റ്റ് ആ കളർ മാറാൻ വേണ്ടി മാത്രം. അതിനുശേഷം മുളക് പൊടി ഇടാൻ പോകുന്നത് 1 സ്പൂൺ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ഇടുന്നത് അപ്പം 1/4 സ്പൂൺ കുരുമുളകാണ് ഇടുന്നത്. അതിന് ശേഷം ഇനി ഇടാൻ പോകുന്നത് മസാലയാണ്, ഗരം മസാല. അതിൽ ഗ്രാമ്പൂ ഒക്കെ ഒന്നും ഇടുന്നില്ല, പട്ട ഗ്രാമ്പൊന്നും ഇടുന്നില്ല. ജീരകത്തിൻ്റെ കുഞ്ഞ് തരി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്രൈ എന്തായാലും നോക്കാം. നല്ലപോലെ ഒന്ന് മുഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ കോരാം. നമ്മുടെ ഫ്രൈ എന്തായാലും നോക്കാം. ഫ്രൈ ഒരുവിധം ഒന്ന് വേവുന്നതൊക്കെ ഉള്ളൂ. നമുക്കിനി സമയമുണ്ട്. അപ്പോൾ ഇനി നല്ലപോലെ ഒന്ന് മൊരിഞ്ഞിട്ടൊരു ജസ്റ്റ് ഒരു ബ്രൗണിഷ് കളറാകുമ്പോൾ നമുക്കിത് കോരി ആ മസാലയിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത്, കാരണം അരപ്പ് ഇതിലോട്ടില്ല പിടിക്കാൻ വേണ്ടി മാത്രം. ഇത് ഡ്രൈ പോലെ ഇരിപ്പുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ
കൊഞ്ചും നമ്മുടെ അരപ്പും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിന് ഒരു അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അരപ്പൊക്കെ ഉള്ളിലോട്ട് പെട്ടെന്ന് പിടിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. അതിനുകൊണ്ടാണ് വെള്ളം ഒഴിക്കുന്നത്. ഇപ്പോൾ ഡ്രൈ പോലെ കിടക്കുന്നുണ്ട്. പെരട്ടാണ്, ആവശ്യത്തിന് വെള്ളം മതി. അവസാനം ഇതേപോലെ തന്നെ എടുക്കേണ്ടത്. കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് അടപ്പ് വെച്ച് അടച്ചു കൊടുത്താൽ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇപ്പോൾ റെഡിയാവും. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് അതവിടെ ഞാൻ ഗാർണിഷൊക്കെ ചെയ്ത് നല്ല അടിപൊളി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ചോറും കൊഞ്ച് റോസ്റ്റും മാത്രം മതി, വേറെ ഒരു കറിയും വേണ്ട. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചോറ് മാത്രമല്ല, നമ്മുടെ കാപ്പിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ചപ്പാത്തി, ദോശ, അപ്പം എല്ലാത്തിനും കൂടെ കഴിക്കാം. അപ്പോൾ എൻ്റെ ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. താങ്ക് യു.